ഹായ് എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ റമദാനിലെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതുവരെ നോമ്പ് തുടങ്ങിയതിന് ശേഷം ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ചെറിയൊരു ഞങ്ങളുടെ ഒരു ഇഫ്താർ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എന്നിൽ നിന്ന് എങ്ങനത്തെ വീഡിയോസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതുപോലുള്ള വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടു നോക്കിയാലോ. രാവിലെ തന്നെ ഞാൻ കിച്ചണിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് അപ്പത്തിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനി ജീരകക്കഞ്ഞി ഉണ്ടാക്കാനാണ് കേട്ടോ. അരക്കപ്പ് ബാസ്മതി അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആർക്കും ഇവിടെ ഞങ്ങൾക്ക് മക്കൾക്കോ ഹസ്ബൻഡിനോ എനിക്കൊന്നും കഞ്ഞി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ തലേ ദിവസം ഹസ്ബൻഡ് വാക്സിൻ എടുത്തിരുന്നു. തലവേദനയൊക്കെ ആയിട്ട് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ പിന്നെ കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ കഞ്ഞിയേക്കാളും എന്തുകൊണ്ടും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കഞ്ഞിയുടെ മസാല ഉമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലാണെങ്കിൽ നോമ്പ് 30 നോമ്പിനും ഉമ്മ കഞ്ഞി ഉണ്ടാക്കും. കാരണം ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പിന്നെ കഞ്ഞിയൊന്നും അങ്ങനെ ഉണ്ടാക്കാത്തത്. ചില നാടുകളിൽ മരുന്ന് കഞ്ഞി എന്ന് പറയും. ഞങ്ങളെ നാട്ടിൽ ചീരോ കഞ്ഞി എന്നാണ് കേട്ടോ പറയുക. ജീരകക്കഞ്ഞി എന്നാണ് തോന്നുന്നു അതിന് ശരിക്കും പറയുന്നത്. ഞാനിവിടെ അരക്കപ്പ് ബാസ്മതി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കഞ്ഞി മസാലക്കൂട്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. 1-2 വിസിൽ വന്നാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം ബാസ്മതി അരി ആയതുകൊണ്ട് തന്നെ അധികം വേവൊന്നുമില്ല. ഇനി കഞ്ഞി റെഡിയാവുന്ന ടൈം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, 4-5 ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കഞ്ഞി ഇതാട്ടോ ഓൾറെഡി കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഞ്ഞിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചു കൊടുക്കുന്നത്. അതാവുമ്പോൾ അരപ്പ് നല്ല പോലെ അരഞ്ഞു കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അധികം തിളപ്പിക്കണ്ട. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇന്നുവിനെ ഹോംവർക്കൊക്കെ ചെയ്യാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇല്ല. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് ഹോംവർക്ക്സൊക്കെ അധികം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇനി കറിക്കും സമൂസ ഉണ്ടാക്കാമെന്നും കൂടെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. പിന്നെ ക്ലീനിങ്ങും ഫ്രഷ് ആവലും നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പണിയിലോട്ട് കടന്നത്. അപ്പോഴത്തേക്കും യൂച്ചും ജിത്തും കൂടെ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വരുമ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ നോക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. ഇനി ഞാൻ തണ്ണിമത്തന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് വത്തക്ക വെള്ളം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വത്തക്ക വെള്ളത്തിന് ആവശ്യമുള്ള തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
ഇതുപോലെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളെ പണി കഴിയും. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ഇതാവണമെന്നൊന്നുമില്ല കേട്ടോ, നല്ല പോലെ ഉടഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല. ചെറുതായിട്ട് നമുക്ക് ജ്യൂസിലൊക്കെ കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റൂഅഫ്സ, അതായത് റോസ് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ റോസ് സിറപ്പാണ് കേട്ടോ ഇതിന് കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത്. എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഈ റോസ് സിറപ്പിൽ നല്ല മധുരമുണ്ട്. പിന്നെ കുറച്ച് കസകസ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ നോമ്പ് തുറന്ന് കഴിക്കാനും പിന്നെ അതുപോലെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ ദാഹവും ക്ഷീണവും എല്ലാം മാറ്റാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ഞാൻ അങ്ങനെ ഒരു റെസിപ്പി ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഐ കാർഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വേണ്ടവർക്ക് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ചിക്കനും പൊട്ടേറ്റോവും വേവിച്ചതുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ സിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സമൂസ. എന്തൊക്കെ സ്നാക്സ് ഉണ്ടായാലും സമൂസ സിത്തുവിന് വേണം. അപ്പോൾ സമൂസ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊണ്ടുവരികയാണ്. ഇനി മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. 2 മിനിറ്റ് നേരം വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാനിവിടെ ചെറിയൊരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും പൊട്ടേറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ സമൂസക്കുള്ള ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം. അടുത്ത ഞാൻ നേന്ത്രപ്പഴം വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴം നല്ല പാകമായ പഴം ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല പാകമായ പഴത്തുകൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എങ്കിലും ഞാൻ ഇതുകൊണ്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള പഴം ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി പഴം നമ്മൾ ആദ്യം ഒന്ന് നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പഴമെല്ലാം വാടി വരുന്ന ഒരു ടൈം കൊണ്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ പാൽപ്പൊടി, ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പഴമൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മുട്ടയുടെ ഒരു ബാറ്റർ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേന്നോ, അതിലേക്ക് ഈ പഴം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ പഴം വാട്ടിയെടുത്ത് അതേ പാനിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ചൂട് ഈ ഒരു സോസ് പാനിലോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പഴവും മുട്ടയെല്ലാം ചേർന്ന ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
അതിനുശേഷം അടച്ചു മൂടി വെച്ചിട്ട് നമ്മളിതൊന്ന് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു സൈഡ് കുക്കായി വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഇതുപോലെ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ വാനില എസൻസും ഏലക്കായ്പ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും മുട്ടൻ്റെ മണമൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പാകമായ പഴം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഞാൻ സമൂസൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഫിൽ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സമൂസ ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ സമൂസൊക്കെ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇഫ്താറിനുള്ളതെല്ലാം ടേബിളിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മളെല്ലാവരും നോമ്പ് തുറന്നു. നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ മഗ്‌രിബ് നമസ്കാരവും കുറച്ച് നേരം ഇരുന്ന് ഓതലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഡിന്നർ കഴിക്കുക. ഇനി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കറിയല്ല, ഇതൊരു മസാലയാണ്, മീൻ വെച്ചിട്ടുള്ളൊരു മസാലയാണ്. ട്യൂണ മീൻ വെച്ചിട്ടുള്ളൊരു ട്യൂണ മസാലയാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ പാൻ ചൂടാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വറ്റൽമുളകും. ഇനി ഒരു സവാള ആണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റുകയാണ്. ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ട്യൂണ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്യാൻ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം ഓയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാറില്ല, ഞാനതിലെ മീറ്റ് മാത്രമാണ് കേട്ടോ എടുക്കാറുള്ളത്. നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റായി ചില്ലി സോസും കൂടെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വരെ ചില്ലി സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ട്യൂണ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയെല്ലാം ഈവൻ പുട്ടിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ചില്ലി സോസ് കയ്യിലില്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ട്യൂണ മസാല ഇതുവരെ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പഴമാണ് കേട്ടോ ഞാവൽപ്പഴം. നാട്ടിൽ നിന്ന് ഉമ്മയപ്പയും കൊടുത്തയച്ചതാണ്. അപ്പോൾ അതെൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടായ ഒരു പഴത്തിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ വീട്ടിലുണ്ടായിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. ഇനി വെള്ളപ്പം കൂടെ ഒന്ന് പെട്ടെന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഡിന്നറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഡിന്നറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തലേദിവസത്തെ ബിരിയാണിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ജീരകക്കഞ്ഞി, പിന്നെ നമ്മൾ അപ്പത്തിൻ്റെ കൂടെ തേങ്ങാപ്പാലും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ ഡിന്നറ്. ഇപ്പോൾ ഏകദേശം സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ എന്നും ഡിന്നറൊക്കെ കഴിക്കാറുള്ളത്.
നാം ഓരോരുത്തരും പലതരം വിഷമങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയാണ് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയും ഈ ഒരു സാഹചര്യമെല്ലാം മാറി നല്ലൊരു നാളെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു പുണ്യമാസത്തെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ്. റമദാനിലുള്ള ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വ്ളോഗോ റെസിപ്പിയായിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.